നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു ക്ലബിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അനുകൂലമായ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ ആകെ മനസ്സ് മടുത്ത് തിരികെ പോരേണ്ടി വന്നാൽ ആ കളിക്കാരൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം താഴ്ന്നു പോകും എന്നതിൻ്റെ മകുടോദാഹരണമാണ് വിക്ടർ റോക്ക്. ബ്രസീലിൻ്റെ അടുത്ത R9 എന്നുപോലും ചില ഘട്ടങ്ങളിൽ ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന ബ്രസീലിന് കിട്ടിയ നമ്പർ 9 എന്ന തരത്തിലൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ച ആ കളിക്കാരൻ പിന്നങ്ങ് മാഞ്ഞു പോകുന്നു, ഫെയ്ഡായി പോകുന്ന പോലെയുള്ളൊരു പ്രതീതിയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ബാഴ്സയിൽ നിന്ന് ലോണിൽ പോയി, ഒടുവിൽ അവിടെ നിന്ന് പാൽമിറാസിലേക്ക് ജോയിൻ ചെയ്തു. പാൽമിറാസിലെത്തിയിട്ടോ അവിടെയും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റാതെ വല്ലാതെ ഉലഞ്ഞു പോയിരുന്നു വിക്ടർ റോക്ക്. പാൽമിറാസിൻ്റെ കോച്ച് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, പുറത്ത് വലിയ ഭാരമേറിയ ചാക്ക് വെച്ച് കെട്ടിയ പോലെയാണ് അവൻ കളിക്കുന്നത്, വലിയ ബേർഡൻ, മാനസികമായിട്ട് അവൻ അത്ര ഒരു ആവേശത്തിലല്ല ഇപ്പോഴുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം നടന്ന കാര്യങ്ങൾ നോക്കുക. വിക്ടർ റോക്ക് മടങ്ങിയെത്തുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ടൈഗറിഞ്ഞോ ആ സെലിബ്രേഷൻ വീണ്ടും പുറത്തെടുക്കുന്ന കാഴ്ച. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ക്രുസൈറോയുടെ ടീമിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചത്, ക്രുസൈറോയുടെ ടീമിൽ ഏറ്റവും അധികം ഓൺ ടാർഗറ്റ് ഷോട്ട് ഉതിർത്തത്, ക്രുസൈറോയുടെ ടീമിൽ ഏറ്റവും അധികം ഓപ്പോസിഷൻ ബോക്സിൽ നീക്കങ്ങൾ നടത്തിയത്, ഏറ്റവും അധികം ഡ്രിബ്ലിങ്ങുകൾ നടത്തിയത്, ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്തത്, ഏറ്റവും അധികം അറ്റാക്കിങ്ങിൽ പൊസഷൻ വിൻ ചെയ്തത്, ഏറ്റവും അധികം തവണ എതിരാളികൾ വീഴ്ത്തിയത് ഒക്കെ വിക്ടർ റോക്കിനെയാണ്. യെസ്, അവൻ തിരികെ വരികയാണ്. പിന്നെ നടന്ന മത്സരം സിയറയ്ക്കെതിരെ 2-1 പാൽമിറാസ് വിജയിക്കുമ്പോൾ 69ാമത്തെ മിനിറ്റിൽ വിക്ടർ റോക്കിൻ്റെ കിടിലൻ ഫിനിഷിങ്ങിൽ പിറന്ന ഗോളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷമുള്ള കൃത്യമായ കണക്കുകൾ നമ്മൾ നോക്കിയാണ്. പോസ്റ്റ് വേൾഡ് കപ്പ് കണക്കുകൾ, അതായത് വേൾഡ് കപ്പിന് ശേഷം പാൽമിറാസിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത് 1ാം സ്ഥാനത്ത് അദ്ദേഹമാണ്. വേൾഡ് കപ്പിന് ശേഷം നടന്ന കളികളിൽ 2 ഗോളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫസ്റ്റ് ഇൻ ഗോൾസ്, ഫസ്റ്റ് ഇൻ ഷോട്ട് ഓൺ ടാർഗറ്റ് 7 ഫസ്റ്റ് ഇൻ ആക്ഷൻസ് ഇൻ ദി ഓപ്പണൻസ് ബോക്സ്, എതിരാളികളുടെ ബോക്സിൽ നീക്കങ്ങൾ നടത്തുന്നതിൽ 1ാമത് അദ്ദേഹം 30 സക്സസ്ഫുൾ ഡ്രിബിളുകളുടെ കാര്യത്തിൽ അദ്ദേഹം 1ാമത് 13 ഡ്യുവൽസ് വിൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം 1ാമത് 45 അറ്റാക്കിൽ പൊസിഷൻ വിൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം 1ാമത് 10 എതിരാളികളെ ഏറ്റവും അധികം വീഴ്ത്തിയ പാൽമിറാസ് താരവും വിക്ടർ റോക്കാണ് 28 തവണ. യെസ്, വിക്ടർ റോക്ക് തിരികെ വരുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നേരെ അങ്ങ് ബ്രസീലിയൻ ടീമിലേക്ക് എത്തി അടുത്ത വേൾഡ് കപ്പിൽ നമ്പർ 9 റോളിൽ കളിക്കുമെന്നല്ല. ബ്രസീലിൽ ഒരു മികച്ച നമ്പർ 9 ഇപ്പോഴും ആവശ്യമാണ്. റോക്ക് അവൻ്റെ ചെറിയ പ്രായത്തിൽ നമുക്ക് നൽകിയിരുന്നൊരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസിലേക്ക് അവൻ വീണ്ടും തിരികെ എത്തുകയാണെങ്കിൽ, അതവന് ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രസീലിന് വളരെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവൻ്റെ പ്രായം ഇപ്പോഴും 20 ആയിട്ടുള്ളൂ. തിരികെ വരാൻ അവനെ കൊണ്ട് കഴിഞ്ഞാൽ, അവൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ നേട്ടമായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.